ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ നിബിത. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇന്ന് ഒരു സാറ്റർഡേ ആണ്. അപ്പോൾ ഞാനൊരു 9:30 ആകുമ്പോഴത്തേനും എണീച്ചു. ബെഡൊക്കെ ഒന്ന് നീറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. ബെഡ് നീറ്റാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആ ഡേ നല്ല സ്മൂത്തായിട്ട് പോകും. അങ്ങനെയാണ് എനിക്ക് തോന്നാറുള്ളത്. ഞാൻ എപ്പോഴും എണീച്ച് കഴിഞ്ഞാൽ ബെഡൊക്കെ നീറ്റാക്കി ഇടാറുണ്ട്. നമ്മൾ താമസിക്കുന്ന സ്ഥലം അതിപ്പോൾ എവിടെയാണെങ്കിലും നല്ല ക്ലീൻ ആക്കി വെക്കാൻ നോക്കുക. അപ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടും. അങ്ങനെ ബെഡൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോകുന്നത് ബ്രഷ് ചെയ്യാനാണ്. കാരണം പരിസരം മാത്രം വൃത്തിയായിരുന്നാൽ പോരാ, നമ്മളും കൂടെ ഒന്ന് വൃത്തിയാവണം. ഞാൻ എപ്പോഴും ബ്രഷ് ചെയ്യുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നൊരു ഡയലോഗാണ് വിജയുടെ ഗില്ലി മൂവിയിൽ വിജയുടെ അമ്മ വിജയനോട് പറയുന്നൊരു ഡയലോഗുണ്ട്. നമ്മൾ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ സാമേനെ കുമ്പിടണം, അത് നമുക്ക് നല്ലത്. പിന്നെ നമ്മൾ കുളിക്കണം, അത് നമ്മൾ ചുറ്റിരിക്കുന്ന എല്ലാവർക്കും നല്ലതെന്ന്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ നേരെ കുളിക്കാൻ പോകാമെന്ന്. പക്ഷേ ഞാൻ കുളിക്കാൻ പോവുമല്ല, ഞാൻ രാത്രി ഓൾറെഡി കുളിച്ചതാണ്. അപ്പോൾ ഞാൻ ദേ ഫേസൊക്കെ നല്ലോണം വാഷ് ചെയ്ത് ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് ആ വാഷ് ബേസിനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തു, ഫേസൊക്കെ ഒന്ന് തുടച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ ചെയ്യുന്നത് ഒരു ചെറിയൊരു സ്കിൻ കെയർ ആണ്. പ്രത്യേകിച്ചൊന്നും ഇല്ല, ഒരു മോയ്സ്ചറൈസറോടും ഒരു ലിപ് ബാം ഇടും, അത്ര തന്നെ ഉള്ളൂ. പിന്നെ മുടിയൊക്കെ ഒന്ന് അഴിച്ച് കെട്ടും, കാരണം രാത്രി മടഞ്ഞ് കെട്ടി വയ്ക്കുന്നതാണ്. അതൊക്കെ ഒന്ന് അഴിച്ച് ഒന്ന് തലയൊക്കെ ഒന്ന് മസാജ് ചെയ്ത് മുടി നല്ല മുകളിലേക്ക് കയറ്റി കെട്ടും. ചിലപ്പോൾ ഞാൻ മടഞ്ഞ് കെട്ടാറുണ്ട്, ചിലപ്പോൾ ഞാൻ മുകളിലേക്ക് കയറ്റി കെട്ടി വയ്ക്കും. അങ്ങനെ നമ്മൾ ഫ്രഷ് ആയിരിക്കുകയാണെങ്കിൽ നമുക്ക് നേരെ കിച്ചണിലോട്ട് പോകാം. എൻ്റെ എക്സ്പ്രഷനൊന്നും മാറിയത് ഇന്നലെ ഞാൻ കിച്ചൺ ആകെ കോളാക്കി വെച്ചിട്ടാണ് പോയി കിടന്നുറങ്ങിയത്. കാരണം ഇന്നലെ ഒന്നും ചെയ്യാനായിട്ട് എനിക്ക് ഒരു മൂഡും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കിച്ചണൊക്കെ അതേപോലെ തന്നെ ഇട്ടിട്ട് അങ്ങനെ കിടന്നുറങ്ങുകയാണ് ചെയ്തത്. പക്ഷേ കുഴപ്പമില്ല, ഇന്ന് ഫുൾ ഫ്രീ ആണ്, അതുകൊണ്ട് നമുക്ക് എല്ലാം ക്ലീൻ ആക്കാം. നമ്മളിപ്പോൾ എത്ര വൃത്തിയുള്ള ആളാണെന്ന് പറഞ്ഞാലും ചില സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. കാരണം നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല. അത് എനിക്കിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വരുന്നുണ്ട്. ഞാൻ നോർമലി എപ്പോഴും ഇങ്ങനെ ക്ലീൻ ചെയ്ത് നടക്കുന്ന ഒരു കൂട്ടത്തിലാണ്. എപ്പോഴും അവിടെ വൃത്തിയാക്കി ഇവിടെ വൃത്തിയാക്കി അങ്ങനെ ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ്. പക്ഷേ ചില സമയത്ത് എനിക്ക് ഒന്നും ചെയ്യാൻ തോന്നില്ല. പിന്നെ ഞാൻ തനിച്ചായതുകൊണ്ട് ഇവിടെ വേറെ ആരും കാണാനൊന്നും ഇല്ലല്ലോ. ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഞാൻ ഒരിക്കലും ഇടില്ല, കാരണം എപ്പോഴും നീറ്റാക്കി ഞാൻ ഇടും. ഞാൻ തന്നെ ആയതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും ഇപ്പം ഇങ്ങനെ ചെയ്യും. രാവിലെ എണീച്ചാൽ തന്നെ ചായ കുടിക്കുന്നൊരു ശീലമുണ്ട്, അത് ചെറുപ്പം മുതലേ ഉള്ള ശീലമാണ്. അപ്പം ഞാൻ ആ ശീലം ഒന്ന് മാറ്റി കൊണ്ടുവരാൻ നോക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ വെള്ളമാണ് കുടിച്ചത്. തലേദിവസം തിളപ്പിച്ച് വെച്ചുള്ള വെള്ളമാണ് കേട്ടോ അത്. അത് കഴിഞ്ഞിട്ട് നേരെ ഒന്ന് മുകളിലോട്ട് കയറി വന്നു. ഞാൻ പ്രകൃതി ഒന്ന് ആസ്വദിക്കാമെന്ന് വെച്ചിട്ട് വന്നതാണ്. പക്ഷേ നല്ല വെയിലുണ്ടായിരുന്നു, അധികം നേരം അവിടെ നിൽക്കാൻ പറ്റിയില്ല. കാരണം ഇവിടുത്തെ വെയിൽ എന്താണെന്നറിയില്ല, ചെറുതായിട്ടൊന്ന് കൊള്ളുമ്പോഴത്തേനും നല്ല ടാൻ ആവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പാടത്തിൻ്റെ സൈഡായതുകൊണ്ടായിരിക്കണം അങ്ങനെയെന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ചെറിയൊരു ഗാർഡൻ. ഞാൻ മെയിനായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത് ഈ പയർ എത്ര വലുപ്പമായി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ തൃശ്ശൂർ എക്സിബിഷന് പോയപ്പോൾ അവിടെ നിന്ന് മേടിച്ച വിത്താണ് കേട്ടോ. പയറും വെണ്ടക്കായും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് മാത്രമാണ് മുളച്ച് വന്നത്. പക്ഷേ പയർ മുകളിലോട്ടൊന്നും വള്ളി പോലെ വന്നിട്ടില്ല. ചെറിയ കുറ്റിയായപ്പോൾ തന്നെ ഇങ്ങനെ പയറുണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറ്റിപ്പയറാണെന്ന് തോന്നുന്നു. ഇതെൻ്റെ ചെമ്പരത്തിയാണ് കേട്ടോ. ഈ ചെമ്പരത്തി താഴെ കൊണ്ട് വയ്ക്കുമ്പോൾ ഇലയുടെ കളറൊക്കെ പച്ച കളറാണ്. മുകളിൽ വെയിൽ സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇലയൊക്കെ മഞ്ഞ കളറായിട്ട് വരുന്നു. ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് പോയപ്പോൾ കൊണ്ടുവന്ന ഒരു വേപ്പിൻ്റെ തൈയാണ് കേട്ടോ. അത് ഞാൻ വെയിലധികം അടിക്കാണ്ടിരിക്കുക ഒരു മറ പോലെ കുത്തി വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അതും കരിഞ്ഞു പോകും. ഞാൻ ഇവിടെ വന്നപ്പോൾ എൻ്റെ ഒരു 2 വേപ്പിൻ്റെ തൈ ഉണ്ടായിരുന്നു, എല്ലാം ഇവിടെ വന്ന് കരിഞ്ഞു പോയി. എനിക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് ഞാൻ നട്ടു വളർത്തുന്ന ചെടികളൊക്കെ ഇങ്ങനെ ചീത്തയായി പോകുന്നത്. അധികം നേരം ഞാൻ അവിടെ നിന്നില്ല, കാരണം നല്ല വെയിലുണ്ടായിരുന്നു. ഞാൻ താഴോട്ട് ഇറങ്ങി വന്നിട്ട് ആദ്യം തന്നെ ഒരു പഴം കഴിച്ചു, കാരണം നമുക്ക് കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. അപ്പോൾ കുറച്ച് എനർജി ആയിക്കോട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ആകെ ഒരു ഗ്ലാസ് വെള്ളം മാത്രമാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനൊരു പഴം കഴിച്ചു. അങ്ങനെ എൻ്റെ ഡിഷ് വാഷിങ് ഞാൻ അവിടെ സ്റ്റാർട്ട് ചെയ്തു.
അങ്ങനെ നമ്മുടെ ഡിഷ് വാഷിംഗ് ഒക്കെ കഴിഞ്ഞു. കൗണ്ടർ ടോപ്പൊക്കെ ഞാൻ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. സിങ്കും ഞാൻ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ ചോറ് വയ്ക്കാനാണ് പോകുന്നത്. ചോറ് വയ്ക്കാൻ നോക്കിയപ്പോഴാണ് അരി നമ്മളിട്ട് വയ്ക്കുന്ന പാത്രത്തിൽ തീർന്നു. അപ്പോൾ വേറൊരു കവറിൽ നിന്നെടുത്ത് പകർത്തണം. അപ്പോൾ ഞാനതൊക്കെ പകർത്തിയിട്ടു. ലഞ്ചിനും ഡിന്നറിനും കണക്ക് കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ അരി എടുത്തിട്ടുള്ളത്. ചില ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ചോറ് തന്നെ കഴിക്കും. അപ്പോൾ അന്നേ ദിവസം നൈറ്റ് ഞാൻ എന്തെങ്കിലും ഡിന്നറിന് എന്തെങ്കിലും കുക്ക് ചെയ്യാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അരിയൊക്കെ ഞാൻ നല്ലപോലെ കഴുകുന്നുണ്ട്. കഴുകുന്ന വെള്ളം ഞാൻ കളയില്ല, കാരണം ചെടിക്ക് ഒഴിക്കുന്നത് വളരെ നല്ലതാണ്. റോസ് ചെടിക്കൊക്കെ പൂവുണ്ടാകാനായിട്ട് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ അരി കഴുകിയ വെള്ളം. എൻ്റെ വീട്ടിൽ ഒരുപാട് റോസിൻ്റെ തൈ ഉണ്ടായിരുന്നു. ഇവിടെ വന്ന പിന്നെ എല്ലാം പോയതാണ്. ഇവിടുത്തെ വെയിൽ സഹിക്കാൻ പറ്റാണ്ട് എല്ലാം പതിയെ വെള്ളം ഒഴിച്ചാലും എല്ലാം ആടി പോവാണ് ചെയ്തത്. പിന്നെ ഞാൻ വിചാരിച്ചു റോസൊന്നും അധികം വാങ്ങണ്ട, ഇനിയിപ്പോൾ വാങ്ങുകയാണെങ്കിൽ തന്നെ വല്ല നെറ്റൊക്കെ അടിച്ചിട്ട് അങ്ങനെ ഒരു വെയിലിനൊരു മറ പോലെ എന്തെങ്കിലും ചെയ്തിട്ട് വേണം വാങ്ങാനായിട്ട്. എവിടെയാണെങ്കിൽ വെയിലാണെങ്കിൽ ഒടുക്കത്തെ വെയിൽ, മഴയാണെങ്കിൽ ഒടുക്കത്തെ മഴയും, ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഞാൻ അരിയൊക്കെ കഴുകി കഴിഞ്ഞു. പിന്നെ തലേദിവസം പച്ചപ്പയർ ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ നമ്മുടെ കുക്കറിൽ ചോറ് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. കുക്കിംഗ് ഗ്യാസ് തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാം ഇൻഡക്ഷൻ സ്റ്റൗവിലാണ് കേട്ടോ വെക്കുന്നത്. ഇടയ്ക്കൊന്നൊന്ന് കറണ്ട് പോയിട്ട് തന്നെ ഒന്ന് പേടിപ്പിച്ചായിരുന്നു, പക്ഷേ പെട്ടെന്ന് തന്നെ കറണ്ട് വന്നു. അങ്ങനെ കുക്കറിൽ നിന്ന് ഒരു 4 വിസിൽ വന്നപ്പോൾ ഞാനത് മാറ്റി വെച്ചു. ഇനി എയർ ഫുള്ള് പോയിട്ട് വേണം അതൊന്ന് ഓപ്പൺ ചെയ്യാനായിട്ട്. അങ്ങനെ എയറൊക്കെ പോയിട്ട് അരി നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ കുറച്ച് ഇങ്ങനെ ഒട്ടി നിൽക്കുന്നുണ്ടാവും. അതൊക്കെ ഒന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഈ കൈലോട്ട് വെച്ചിട്ട് അങ്ങനെ വെള്ളം ഊറ്റി കളയാണ് ചെയ്യാറ്. പക്ഷേ ഈ സ്റ്റീലിൻ്റെ കൈലോട്ട് എന്താണെന്ന് അറിയില്ല, വെള്ളം അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ വാർന്നു പോകുന്നില്ല. എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നത് അലുമിനിയത്തിൻ്റെ കൈലോട്ടയാണ്. പക്ഷേ അതൊക്കെ നല്ലപോലെ വെള്ളം വാർന്നു പോകുന്നത് കാണാം. പക്ഷേ ഇതിൻ്റെ ആണോ എനിക്ക്, ഈ സ്റ്റീലിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഒരു ഷേപ്പ് വ്യത്യാസമുണ്ട്. അതുകൊണ്ടായിരിക്കും വെള്ളം പോകാനായിട്ട് ഭയങ്കര പാട്. അങ്ങനെ ഈ ചോറൊക്കെ വാർത്തെടുത്തിട്ടുണ്ട്. ഞാൻ ഈ കാസറോളിലാണ് ആക്കി വെക്കാറ്, കാരണം ഇതിലാവുമ്പോൾ ചീത്തയാവാണ്ട് അങ്ങനെ രാത്രി വരെ ഇരുന്നോളും. അങ്ങനെ ലഞ്ചായിട്ട് കഴിച്ചത് ചോറും പയറുപ്പേരിയും പിന്നെ മീനിൻ്റെ അച്ചാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതും കൂടെ കൂട്ടിയിട്ടാണ്. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞു. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ രാവിലെ കുക്ക് ചെയ്ത് എൻ്റെ ഡിഷൊക്കെ ഒന്ന് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം അതങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ വെച്ച് പോകും. കാരണം എൻ്റെ മൂഡ് ഒട്ടും ശരിയല്ല. സോ ഞാൻ പതുക്കെ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്.
2 മണി വരെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ ആകെ ഒരു ഇരുട്ട്. പുറത്ത് നോക്കിയപ്പോൾ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചുമ്മാ ഒന്ന് മുകളിൽ പോയി നോക്കാം അന്തരീക്ഷം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ മുകളിൽ കയറി പോയി അപ്പോൾ തന്നെ മഴ നിന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ മഴക്കാറുണ്ടായിരുന്നു, പക്ഷെ മഴ പിന്നെ പെയ്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു കട്ടൻ ചായ ഉണ്ടാക്കി കുടിക്കാം. മഴയൊക്കെ പെയ്തതല്ലേ, ഇനിയിപ്പോൾ എന്തായാലും നമ്മളായിട്ടൊന്നിനും ഒരു കുറവ് വരുത്തണ്ടെന്ന് വിചാരിച്ചു. ചായ കുടിക്കേണ്ട സമയമൊന്നും ആയിട്ടില്ല, പക്ഷേ എനിക്ക് ചായ കുടിക്കാനായിട്ട് സമയവും കാലവും ഒന്നുമില്ല. ഞാൻ ചിലപ്പോൾ രാത്രി വരെ ചായ ഉണ്ടാക്കി കുടിക്കുന്ന കൂട്ടത്തിലാണ്. പിന്നെ ഞാൻ ചായക്ക് കടിയായിട്ട് ഈ മുറുക്കും പിന്നെ ഈ പാർലേജിയുടെ ബിസ്ക്കറ്റും ആണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ ഞാൻ അങ്ങനെ എൻജോയ് ചെയ്ത് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ കഴുകാനായിട്ട് ഞാൻ രാവിലെ സോപ്പും പൊടിയിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞ് ഇനി ഞാൻ നേരെ വീടൊക്കെ ഒന്ന് അടിച്ചു വാരി ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. തുടയ്ക്കുന്നില്ല, കാരണം ഇന്ന് തുടയ്ക്കാനായിട്ട് എനിക്കൊരു മൂഡില്ല. അങ്ങനെ വീടൊക്കെ ക്ലീനാക്കി. ഇത് ഞാൻ താഴെയുള്ള കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. കുന്തിരിക്കത്തിൻ്റെ സ്മെല്ലുള്ള ചന്ദനത്തിരിയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ കണ്ടിട്ടുണ്ട് ഈ ചന്ദനത്തിരി, പക്ഷേ എനിക്ക് ഇവിടെ നിന്നൊന്നും അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ ഞാൻ കടയിൽ പോയപ്പോൾ കണ്ടതാണ്, അപ്പോൾ ഞാനൊരു പാക്കറ്റ് വാങ്ങി. എനിക്ക് കുന്തിരിക്കത്തിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. കുന്തിരിക്കത്തിൻ്റെ സ്മെല്ലിനൊരു പ്രത്യേക ഫീലാണ്, നമ്മൾ ചേർച്ചിലൊക്കെ പോകുന്നൊരു ഫീലാണ്. അപ്പോൾ ഞാൻ അതൊരെണ്ണം കത്തിച്ച് വെച്ചു. കഴുകിയ തുണികളൊക്കെ അങ്ങനെ ഞാൻ ബക്കറ്റിലാക്കി വെച്ചിരിക്കുകയായിരുന്നു. വെയിൽ നല്ലോണം ആറിയിട്ട് മുകളിൽ കൊണ്ട് ഇടാമെന്ന് വെച്ചിട്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ നല്ലപോലെ ടാനാവും. അങ്ങനെ തുണിയും ഇടാനുള്ള ക്ലിപ്പൊക്കെ എടുത്ത് ഞാൻ നേരെ മുകളിലോട്ട് പോയി. പിന്നെ ഞാൻ ഡ്രസ്സ് കഴുകിയ വെള്ളം അങ്ങനെ കളയില്ല, കാരണം മുകളിൽ ചെടികളുള്ളതുകൊണ്ട് ചെടികൾക്ക് അതും കൊണ്ടൊഴിക്കും. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് ഇറങ്ങി വന്നിട്ട് ആ വെള്ളം കൂടെ എടുത്തിട്ട് മുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്.
അങ്ങനെ ഡ്രസ്സൊക്കെ വിരിച്ച് കഴിഞ്ഞ് ഞാൻ ചെടികൾക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അത് ഞാൻ അലക്കിയ വെള്ളം തന്നെയാണ് കേട്ടോ ചെടികൾക്കൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത്. വെയിലിൻ്റെ കാഠിന്യം കൊണ്ടാണെന്ന് തോന്നുന്നു എൻ്റെ തുളസിക്കൊക്കെ ഇപ്പോൾ കളർ ഇതാണ്. താഴെ കൊണ്ട് വെച്ചിരിക്കുന്ന തുളസിയുടെ ഇലയൊക്കെ പച്ച കളറാണ്, മുകളിലിരിക്കുന്നതിനൊക്കെ ഈ കളറാണ്. പിന്നെ ഈ കറ്റാർവാഴയ്ക്ക് ഉണ്ടായിരുന്ന ഈ ഒരു കളർ ചേഞ്ച്, പക്ഷേ ഞാനിപ്പോൾ ആ തുളസിയുടെ ഒരു മറവിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് അത് പിന്നെ ഒരു പച്ച കളറായിട്ട് വരുന്നുണ്ട്. എനിക്ക് തോന്നി തുളസിക്കും കറ്റാർവാഴയ്ക്കും അധികം വെയിൽ വേണ്ടാന്ന്. അങ്ങനത്തെ മുകളിലുള്ള കലാപരിപാടികളെല്ലാം കഴിഞ്ഞു. ഞാൻ താഴെ പോവാണ്. എന്നെ മാത്രം ആശ്രയിച്ച് ചെയ്യുന്ന 2 മിണ്ടാപ്രാണികൾ താഴെയുണ്ട്. അപ്പോൾ ഞാൻ അവർക്കും നല്ലോണം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. ഈ താഴെ ഇരിക്കുന്ന തുളസിയുടെ ഇല നല്ല പച്ചക്കളറും മുകളിലിരിക്കുന്നതിനും വയലറ്റ് കളറാണ്. ഡിന്നറിന് ഇനി കറി എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ബീട്രൂട്ട് എൻ്റെ കണ്ണിൽ പെട്ടത്. എനിക്ക് ഈ ബീട്രൂട്ട് ക്യാരറ്റ് ഐറ്റംസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഈ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കഴിക്കാനായിട്ട്. ഇന്ന് ക്യാരറ്റ് ഇല്ലാത്തതുകൊണ്ട് ബീട്രൂട്ട് തന്നെ ഞാൻ ഉപ്പേരി ഉണ്ടാക്കുകയാണ് ചെയ്യണം. ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഉള്ളിയൊക്കെ ചതച്ചെടുക്കാം. ഇത്രയും ഉള്ളിയുടെ ആവശ്യമൊന്നുമില്ല ഈ ചെറിയൊരു ഉപ്പേരിക്ക്. ഞാൻ എത്രയധികം ഉള്ളി ചതച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുളക് മുരിച്ച് ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട്. അങ്ങനെ നമ്മുടെ ബീട്രൂട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരു മെസ്സായിട്ടുണ്ട്. അപ്പോൾ ഞാനതൊക്കെ അപ്പോൾ തുടച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് ഉപ്പേരിയുടെ ബാക്കി പണിയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ചെറിയുള്ളി, കറിവേപ്പില ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ചതച്ച മുളക്, ഞാൻ ചതച്ച മുളക് ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇട്ടുന്നത്, മുളക് പൊടി ഇട്ടാലും കുഴപ്പമില്ല. ചതച്ച മുളക് ആകെ കുറച്ചുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടികളിലെ പച്ചമണം പോകുന്നവർ നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അത് വഴണ്ടി വന്നതിന് ശേഷം കുറച്ച് ഞാൻ നമ്മുടെ ചമ്മന്തിയിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബീട്രൂട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതായത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീട്രൂട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ വെള്ളമൊക്കെ കുറേ വാറ്റി കളഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉപ്പേരിയുടെ പരിപാടി. ഭയങ്കര സിമ്പിളാണ് ഉപ്പേരി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ മറ്റേ ചമ്മന്തിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള മുളക് മുരിച്ചത്. അപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഉരുളപ്പുളിയാണ്. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല, കാരണം ഫുഡ് കഴിക്കുന്ന സമയത്ത് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അതാകുമ്പോൾ നമുക്ക് ചോറിൽ കൂട്ടിയിട്ട് എന്തായാലും കയ്യിലാവുമല്ലോ, അപ്പോൾ നമുക്കത് ചോറിൽ കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതേ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്, അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് വേണം എനിക്ക് കുളിക്കാൻ പോകാനായിട്ട്. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ രാവിലെ ചെയ്ത അതേ സ്കിൻ കെയർ തന്നെ ഇപ്പോഴും ചെയ്യുന്ന ഈ മോയ്സ്ചറൈസർ മുഖത്ത് തേക്കും. പിന്നെ ബോഡിയിൽ തേക്കാനായിട്ട് വേറൊരു മോയ്സ്ചറൈസർ ഉണ്ട്, അപ്പോൾ അതും തേക്കും. പിന്നെ ഒരു ലിപ് ബാം ഇടും. കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റായപ്പോഴത്തേനും ഒരു 9 മണിക്ക് ആവാറായിട്ടുണ്ടായിരുന്നു. എനിക്ക് വിശപ്പിൻ്റെ വിളി നല്ലോണം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുടി ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ പോയിട്ട് നേരെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ കോണ്ടൻറ്റ്സ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.